വെജ് കഴിച്ചു. വെജിറ്റേറിയൻ ഹോട്ടൽ ബിസിനസ്സിൽ ബ്രാഹ്മണന്മാർക്ക് മാത്രം മേൽക്കോമുണ്ടായിരുന്ന കാലത്ത് രാജഗോപാൽ ആ വിപണിയിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചെടുക്കുന്നത് അതേ വെജിറ്റേറിയൻ ഭക്ഷണം വളരെ ഉയർന്ന നിലവാരത്തിൽ പാകം ചെയ്യുന്നു. പ്രീമിയം വെജിറ്റേറിയൻ എന്നത് രാജഗോപാൽ സാധിച്ചെടുക്കുന്നത് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള പാചക കൂട്ടുകൾ, അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് അതാതിന് പ്രസിദ്ധി ആർജിച്ച ഇടങ്ങളിൽ നിന്ന് മാത്രം തന്റെ ഹോട്ടലുകളുടെ അടുക്കളയിൽ എത്തിച്ചു. അക്കാര്യത്തിൽ എതിർച്ചയെ നേരിൽ കണ്ടപ്പോൾ അയാൾ തന്റെ അതിർത്തി ഇന്ന് നിൽപ്പിന് രാജഗോപാൽ കൊലാലൂർ ബ്രാഞ്ചിലേക്ക് അഴിച്ച് വിളിച്ചു വന്നു. അന്ന് സേവയുടെ വീട്ടിലേക്കാണ് പ്രിൻസ് ശാന്തകുമാർ എന്ന ഗണിതാധ്യാപകൻ ട്യൂഷൻ എന്ന് പറഞ്ഞ് വന്ന് കയറുന്നു. അവിടുത്തെ സകലരുടെയും കണ്ണിലുണ്ടിയായിരുന്നു. ഒരു മുതിർന്ന പെൺകുട്ടി വളർന്നു വരുന്ന ഈ വീട്ടിൽ ഇങ്ങനൊരു ചെറുപ്പക്കാരൻ രാപ്പകൽ കയറി ഇറങ്ങുന്നത് അവർ തമ്മിൽ അനുരാഗം. ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ കവപിടിഞ്ഞു. ഒരു കാരണവശാലും മകളെ ഒരു ക്രിസ്ത്യാനി പേരിൽ കൊണ്ട് കെട്ടിക്കില്ലായിരുന്നു അവർ തുറന്നു. 1999 ഏപ്രിൽ 28-ന് ജീവജ്യോതിക്ക് 18 വയസ്സ് തികഞ്ഞ ഈ കേസിൽ ഇൻസ്പെക്ടർ ദേവശീലമണിക്ക് വേണ്ട പിന്തുണ കൊടുത്തത് അന്നത്തെ ACP ആയിരുന്ന രാമചന്ദ്രൻ. അങ്ങനെ പോലീസിന്റെ ഭാഗത്തു നിന്ന് തികഞ്ഞ ഇച്ഛാശക്തി ഉണ്ടായതോടെ നവംബർ 23-ന് രാജഗോപാലിന് കീഴടങ്ങി. പ്രകൃതം കൊണ്ട് വെല്ലുവിളിയായിരുന്നുവെങ്കിലും നിരവധി പേർക്ക് തണൽ നൽകിയിരുന്ന ഒരു വടപക്ഷം കൂടിയായിരുന്നു അയാളെന്നതും വിസ്മരിച്ചുകൂടാ. തന്റെ കുക്കായിരുന്ന ഗണേശയുടെ ഭാര്യ കൃതികയെ രാജഗോപാൽ തന്റെ ചിഹ്ന വീടാക്കി മാറ്റിയത് ജീവനക്കാർക്കിടയിൽ ക്ഷേമനയങ്ങൾ നടപ്പിലാക്കി വർഷങ്ങൾ കൊണ്ട് ആർജിച്ചെടുത്ത ബഹുമാനത്തെ മുതലെടുത്തു. കൃതികയെ സ്വന്തമാക്കുന്നതിൽ വിജയിച്ചതോടെ ഇനി ആര് വേണമെങ്കിലും ബലം പ്രയോഗിച്ചു പോലും സ്വന്തമാക്കാത്ത ശേഷി തനിക്കുണ്ട് എന്നൊരു അബദ്ധധാരണ രാജഗോപാൽ ഉണ്ടായിട്ടുണ്ട്. തുടക്കം തൊട്ട് തന്നെ രാജഗോപാൽ ക്ഷണിക്കുന്നത് പ്രിൻസ് ശാന്തകുമാറിനെ ജീവജ്യോതിയുടെ ജീവിതത്തിൽ അതിനെ തുടർന്നുണ്ടായ മറ്റു പല യാദൃച്ഛിക സംഭവങ്ങളുടെയും ഒടുവിൽ നിയമത്തിന്റെ കുരുക്കുകൾ രാജഗോപാലിനെ തേടി എത്തുക തന്നെ. തന്റെ അളവിട്ട സമ്പത്തിന്റെ ബലത്തിൽ ഒരു പെൺകുട്ടി അദ്ദേഹത്തിന്റെ ബോസ് 4 ഇരട്ടി ആളുകൾ കൊടുക്കുമല്ലേ. പാർക്ക് അവന്യൂ ആമസോൺ പോലീസ് കയ്യടിയും 4 ഇരട്ടിയും. ഓരോ സ്പ്രേയിലും 4 ഇരട്ടി പെർഫ്യൂം. പാർക്ക് അവന്യൂ ആമസോൺ